കേരളത്തിലെ വിവിധ ഐറ്റികളിൽ എന്ത് ചെയ്തു? വിവിധ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജൂൺ 29 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാവുന്നതാണ്. 2 വിഭാഗങ്ങളുടെ ട്രേഡുകളിലായി ഐറ്റികളിൽ ക്രാഫ്റ്റ്മാൻ പരിശീലനം എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. NCVT ട്രേഡുകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി അംഗീകാരമുള്ളവയാണിത്. ഈ ട്രേഡുകൾ 104 സർക്കാർ ഐറ്റികളിൽ 100 എണ്ണം NCVT ട്രേഡുകൾ ആണ് പരിശീലനം നൽകുന്നത്. ട്രേഡുകൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഓരോ ഐറ്റികളിലെയും ഏതെങ്കിലും ചില ട്രേഡുകൾ മാത്രം എന്ന് വെച്ചാൽ എന്താണ്? ഉദാഹരണമായും നോൺ മെട്രിക്കൽ എഞ്ചിനീയറിംഗ് 10ാം ക്ലാസ് തോറ്റവർക്കും ജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. വയർമാൻ, പെയിൻറ്റർ, ജനറൽ എന്നിവ 2 വർഷം കൂടാതെ പ്ലംബർ, വെൽഡർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ തുടങ്ങിയ 8 ഒരു വർഷത്തെ ട്രേഡുകൾ വീതവും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നോൺ മെട്രിക്കലിൽ പറയുന്ന മറ്റൊരു നോൺ എഞ്ചിനീയറിംഗ് ട്രേഡാണ് 10ാം ക്ലാസ് തോറ്റവർക്കും ജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഡ്രസ് മേക്കിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഇത് 1 വർഷമാണ്. അതുപോലെ തന്നെ C എന്ന് പറയുന്നത് മെട്രിക് എഞ്ചിനീയറിംഗ് ആണ്. സയൻസ്, മാത്തമാറ്റിക്സ് അടങ്ങിയ 10ാം ക്ലാസ് ജയിച്ചവർക്ക് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്കൽ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഫിറ്റർ, റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷണർ, ലിഫ്റ്റ് ആൻഡ് എക്സ്കലേറ്റർ, മെക്കാനിക്കൽ തുടങ്ങി 29 2 വർഷത്തെ ട്രേഡുകളാണ് ഉള്ളത്. കൂടാതെ ഓട്ടോമാറ്റിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്, മെക്കാനിക്കൽ, ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് ഡെക്കറേഷൻ തുടങ്ങിയ 8 ഒരു വർഷ ട്രേഡുകൾ കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത Dയിൽ വരുന്നത് നമുക്ക് നോക്കാം. മെട്രിക് ആണ്, നോൺ എഞ്ചിനീയറിംഗ് ആണ്. 10ാം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടൂറിസ്റ്റ് ഗൈഡ്, ഡെയറിംഗ്, ഹോർട്ടികൾച്ചർ, ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടെക്നോളജി, സെക്രട്ടറിയൽ പ്രാക്ടീസ്, മൾട്ടിമീഡിയ, ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ ഇഫക്റ്റ് തുടങ്ങിയ 22 ഒരു വർഷത്തെ ട്രേഡുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ CBSEയിൽ ഈ 10ാം ക്ലാസ്സിലെ സ്കൂൾ തല പരീക്ഷയ്ക്ക് നല്ല മികച്ച വിജയം നേടിയവർക്കാണ് മെട്രിക് ട്രേഡുകളും അത് പങ്കെടുത്തവർ നോൺ മെട്രിക് ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കാം. പ്രൈവറ്റായി SSLC എഴുതി തോറ്റവർക്കും പ്രവേശനത്തിന് ഇതിൽ അർഹതയില്ല. അപ്പം പ്രൈവറ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിലും SSLC തോറ്റവർക്ക് എന്താണ് ഇതിൽ അപേക്ഷിക്കുവാൻ പറ്റുന്നത് അല്ല. പ്രായം എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റ് 1 14 വയസ്സ് മുതൽ തികയണം. അതുപോലെ തന്നെ ഇതിന് ഉയർന്ന പ്രായപരിധിയില്ല. സിലക്ഷൻ പ്രധാനമായും യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് പരിഗണിച്ചാണ് സെലക്ഷൻ. എൻട്രൻസ് ഇല്ല. മെട്രിക് ഓർ നോൺ മെട്രിക്കൽ കോഴ്സുകളിലെ പ്രവേശന റാങ്കിങ്ങിന് ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കിന് മുൻതൂക്കം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോൺ മെട്രിക്കൽ ട്രേഡിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ +2 NCC അതുപോലെ തന്നെ എന്താണ് NSS, യുവജനോത്സവ സമ്മാനം തുടങ്ങിയവ അധിക യോഗ്യത ഉള്ളവർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്ന വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ സാമുദായിക സംവരണവും ഇതിന് ലഭ്യമാണ്. അതുപോലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ 1 മുതൽ. അതുപോലെ പരിശീലനം പൂർത്തിയാക്കിയ അഖിലേന്ത്യാ പരീക്ഷയിൽ ജയിക്കുന്നവർക്ക് ഈ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, ഈ NDC സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ട്രേഡാണ് SCVT ട്രേഡുകൾ എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ പാഠ്യപദ്ധതി പ്രകാരമുള്ളവയാണ് ഇവ. SCVT ട്രേഡുകൾ. നോൺ മെട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വർഷം എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. നോൺ മെട്രിക്കൽ നോൺ എഞ്ചിനീയറിംഗ് 6 മാസം, മെട്രിക് എഞ്ചിനീയറിംഗ് 1 വർഷം, അതുപോലെ തന്നെ മെട്രിക് എഞ്ചിനീയറിംഗ് 2 വർഷം, മെട്രിക് നോൺ മെട്രിക്കൽ എഞ്ചിനീയറിംഗ് 1 വർഷം എന്നിങ്ങനെ ആകെ 11 ട്രേഡുകളിലാണ് പ്രധാനമായും ഉള്ളത്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ 12 ITIകളിലാണ് ഇവയ്ക്കുള്ള സൗകര്യം. SCVT നൽകുന്ന സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. കേരള സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന് തുല്യമായ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. കേരള PSCയിലും അംഗീകാരം ഉള്ളവയാണിവ.
അതുപോലെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് നമുക്ക് ഉള്ള വ്യവസ്ഥകൾ NCVT പ്രവേശനത്തിൻ്റെതിന് സമാനമാണിത്. എന്ത് ചെയ്യാം, നമുക്ക് www. എന്ത് ചെയ്യുക, ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട് ITIadmissions.in സന്ദർശിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്വകാര്യ ITകളിലും ജൂലൈ 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി എന്ന് പറയുന്നത്. കേന്ദ്ര നൈപുണ്യ വകുപ്പിന് കീഴിലെ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ അംഗീകാരത്തോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ITകളിൽ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ട്രേഡുകളിലേക്ക് ജൂലൈ 15 വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ITകളിൽ നേരിട്ടെത്തിയും പ്രവേശനം നേടാം. SSLC ആണ് മിനിമം യോഗ്യത. അർഹതപ്പെട്ട വിഭാഗക്കാർക്ക് എന്നാണ് വിവിധ സ്കോളർഷിപ്പും കാര്യങ്ങളും അവിടെ ഫീസ് കാര്യങ്ങളിലെല്ലാം ഇളവുകൾ ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് https://PITIM@admission.in സന്ദർശിച്ച് നമുക്ക് വിശദമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം 2 വിഭാഗത്തിലുള്ള NCVT ട്രേഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങളും നമ്മൾ വിവരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രേഡിനോടാണോ കൂടുതൽ അഭിരുചിയുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കി അത് പ്രകാരം നിങ്ങൾ അപേക്ഷിക്കേണ്ടതാവുന്നു. അതുപോലെ തന്നെ നിരവധി തൊഴിലവസരങ്ങളോടെ ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുറന്ന് വിജ്ഞാനകരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.